നമസ്കാരം കൂട്ടുകാരെ. ഇന്നൊരു കുത്തിയോട്ട വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ചുറ്റുവിളങ്ങര അമ്മയുടെ ഇഷ്ട വഴിപാടാണ് കുത്തിയോട്ടം. ദേവീ പ്രീതിക്കായി പ്രിയ ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും ചിലവേറിയ വഴിപാടും ഇതുതന്നെയാണ്. ആ വീട്ടിലേക്കുള്ള വഴിവക്കിലെല്ലാം അലങ്കരിച്ചിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശിവരാത്രി ദിനമാണ്. സാധാരണയായി ശിവരാത്രിയിലാണ് ആദ്യമായിട്ട് കുത്തിയോട്ടം ആരംഭിക്കുന്നത്. കുംഭഭരണിക്ക് 2 ദിവസം മുമ്പ് വരെ കുത്തിയോട്ട വഴിപാട് ഈ വീടുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഞാനും പാപ്പയും കുത്തിയോട്ടം കാണാനായിട്ട് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. നൃത്തരൂപത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് കുത്തിയോട്ടം. താൽക്കാലികമായ ഒരു ക്ഷേത്ര നിർമ്മിതിയിൽ ദേവിയെ പ്രതിഷ്ഠിച്ച് ദേവിക്ക് മുന്നിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ പരിശീലനം മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആരംഭിക്കുന്നു. മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് കഠിന വ്രതത്തോടു കൂടിയാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. ചുവടുവെപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ക്ഷേത്ര മാതൃകയിലുള്ള ആ കാണുന്ന കമാനത്തിനുള്ളിൽ ദേവിയെ പ്രതിഷ്ഠിച്ച് അതിനു മുന്നിലാണ് ഈ നൃത്തരൂപം ആടുന്നത്. ചുറ്റുവിളങ്ങരയുടെ പൈതൃകം സംരക്ഷിക്കാൻ അടുത്ത തലമുറയും സജ്ജമാണ്. ഇത് പാട്ടാശാന്മാരാണ്. ഇവരാണ് കുത്തിയോട്ടപ്പാട്ടുകൾ പാടുന്നത്. തികച്ചും പ്രകൃതിദത്ത രീതിയിൽ അലങ്കരിച്ച പന്തലിനുള്ളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പാദം, കുമ്മി എന്നീ 2 തരത്തിൽ കുത്തിയോട്ട ചുവടുകളുണ്ട്. നിന്നുകൊണ്ട് തന്നെ ചെറുതായി പാദം മുൻപോട്ടും പിൻപോട്ടും വയ്ക്കുന്ന രീതിയാണ് പാദം എന്ന ചുവടിലുള്ളത്. കുറച്ചുകൂടി ചടുലമായ താളവും കൈകാലുകളുടെ സമന്വയവും വേഗതയും ഒക്കെ കുമ്മി എന്ന ചുവടുവയ്പ്പിനുണ്ട്. അടുത്ത തലമുറ സജ്ജമായിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് തലമുറയായിട്ട് കൈമാറിപ്പോകുന്ന ഒരു കലാരൂപമാണ്. ചെറിയ പാദം വയ്പ്പിൽ തുടങ്ങി കുമ്മുകളിലേക്ക് കടന്ന് അങ്ങനെ അവർ ഇത് അഭ്യസിച്ച് തീർക്കുന്നു. കുത്തിയോട്ട കലാകാരന്മാർക്കും പാട്ടാശാന്മാർക്കും ഒന്നും ഒരു പഞ്ഞവും ഇല്ലാത്ത നാടാണ് ചുറ്റുവിളങ്ങര. ചുറ്റുവിളങ്ങരയ്ക്ക് ഇത് ശരിക്കും ഉത്സവ തീർപ്പിൻ്റെ കാലമാണ്. കുത്തിയോട്ട വീടുകളിൽ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഭക്ഷണമുണ്ട്, അതും 3 നേരവും. ഇവിടെ വരുന്നതിന് പ്രത്യേക ക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നാനാദിക്കിൽ നിന്നും ധാരാളമായ ആളുകൾ ഇത് കാണാനും ഇവിടുത്തെ ഭക്ഷണം ആസ്വദിക്കാനും ഒക്കെ വരാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പൈതൃക കലാരൂപം കണ്ടാസ്വദിക്കണം.